ഇന്ന് 9 പേരുടെ സാമ്പിളുകളാണ് കോഴിക്കോട് പരിശോധിക്കുന്നത്. മലപ്പുറം ജില്ല കൂടാതെ തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിലുള്ളവർ ഉൾപ്പെട്ടിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 4 പേരും പാലക്കാട് ജില്ലയിൽ 2 പേരാണ് ഉള്ളത്. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. നിലവിൽ കൂടുതൽ പേരിലേക്ക് രോഗം എത്തിയില്ലെന്നതാണ് ആശ്വാസകരമായ കാര്യം. അതിനിടെയാണ് സമ്പർക്കത്തിലുള്ള കൂടുതൽ പേരുടെ സ്രവം പരിശോധിക്കുന്നത്. 350 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 101 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതിനിടെ മരിച്ച 14കാരൻ കാട്ടമ്പഴങ്ങ പറിച്ചു കഴിച്ചതായി ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചു. നിപ്പയുടെ പ്രഭവ കേന്ദ്രം ഇതാണോ എന്ന വിദഗ്ധ സംഘം നിരീക്ഷിച്ചു വരികയാണ്. കുട്ടി മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം നാട്ടിൻപുറത്ത് ഒരു കുളിക്കാനായിട്ട് പോയപ്പോൾ അവിടെയുള്ള ഒരു കാട്ട അമ്പഴം, അപ്പോൾ അതിൽ നിന്ന് അമ്പഴങ്ങ പറിച്ച് കഴിച്ചതായി സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. അവിടെ വവ്വാലുകളുടെ സാന്നിധ്യമുണ്ട്. 14കാരൻ്റെ പുതിയ റൂട്ട് മാപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ തുടരുന്ന പാണ്ടിക്കാടും ആനക്കയവും നിരീക്ഷണത്തിലാണ്. കേന്ദ്ര സംഘം ഇവിടെ എത്തി പരിശോധന നടത്തും. വീടുകൾ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണത്തിനായി 243 ടീമുകളെ വിന്യസിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധിയെ പിടിച്ചുകെട്ടാൻ ഊർജിതമായ പ്രതിരോധ പ്രവർത്തനമാണ് നടക്കുന്നത്. കൂടുതൽ പേരിലേക്ക് രോഗമെത്താതെ തടയിടണം. നിരീക്ഷണം കാര്യക്ഷമമായി തന്നെ നടക്കണം. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.